നമസ്തേ. എൻ്റെ എല്ലാ ഗുരുജനങ്ങളെയും അതുപോലെ എൻ്റെ സ്നേഹിതരെയും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, വളരെ സാഹസികമായ ഒരു കാര്യമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു വളരെ രുചി വൈവിധ്യമായ ഒരു സദ്യയിലേക്ക് ഒരു ഓലനും കൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത്. ന്യൂജൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുപാട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്നത് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, വേറൊരു മാജിക്കും കൂടിയുണ്ട്. കാരണം 1 ലിറ്റർ വെള്ളം ഒരു 200 ml കുപ്പിയിലേക്ക് പിടിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. കഥയുടെ പേരൊക്കെ ഞാൻ അവസാനം നമുക്ക് കണ്ടെത്താം പേര്. അപ്പം ഞാൻ തുടങ്ങട്ടെ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് ഒരു വൈകുന്നേര സമയം ഒരു വനാന്തർ ഭാഗത്തേക്കാണ്. അത് നമ്മുടെ കശ്യപ മഹർഷിയുടെ ആശ്രമ പരിസരമാണ്. അതുകൊണ്ട് തന്നെ ആ ആശ്രമ പരിസരം ഏകദേശം എങ്ങനെയായിരിക്കും വൈകുന്നേരങ്ങളിൽ എന്ന് പറഞ്ഞാൽ, കിളികൾ തൻ കളകൂജനനാദങ്ങൾ, മൃംഗാവലിയുടെ ഝങ്കാരഘോഷം, ഇളങ്കാറ്റിലുലയുന്ന ദളമർമരങ്ങൾ, ആശ്രമപ്രാന്തം ചേതോഹരം. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ആ സ്ഥലത്തേക്ക് ആരോ 2 പേര് കടന്നു വരുന്നുണ്ടല്ലോ. ഇത്ര ദൂരത്ത് നമുക്ക് നോക്കാം ആരാ. അവർ മെല്ലെ അടുത്തെത്തുന്നുണ്ട്. ഒന്നൊരു മഹർഷിയാണ്, അദ്ദേഹത്തിന് കൂടെ ഒരു ശിഷ്യനും ഉണ്ട്. സാധാരണഗതിയിൽ മഹർഷിമാരൊക്കെ പോകുമ്പോൾ ഒരു ശിഷ്യൻ കൂടെ ഉണ്ടാവും, എങ്ങനെയായാലും ഉണ്ടാവും. കാരണം അധ്യാപകരൊക്കെ പോകുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ. അതുപോലെ അങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം വന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു അശോക മരങ്ങളൊക്കെ, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അശോക മരമൊക്കെ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിനോട്, ഈ കൂടെയുള്ള ശിഷ്യനോട് പറയുകയാണ്, ഗുരുപാദരെ കണ്ടു വന്ദിപ്പാൻ അവസരമറിഞ്ഞു വരിക പോയി വത്സനീ ശുനശേഭ. ശുനശേഭ എന്നാണ് ശിഷ്യൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണമല്ലോ ഇന്ന് നമുക്ക് ആരെയും കാണണമെങ്കിൽ. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ഒരു മര്യാദകളിൽ ഒന്നാണത്. ഒരാളെ കാണാൻ പോകുമ്പോൾ ചാടിക്കയറി അങ്ങ് പോയിട്ട് നമ്മളെ കാര്യം പറയുകയല്ല. നമുക്കതിന് അവർക്കുള്ള സമയം, നമ്മുടെ സമയത്തിനനുസരിച്ച് അത് മാച്ച് ആകുമെന്നൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ അതൊന്ന് കണ്ട് ആ ഒരു സമയം അറിഞ്ഞു വരൂ. ഞാനിങ്ങി അശോകത്തിൻ്റെ തണലിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അശോക മരത്തിന് ചാരി അങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാതിലേക്ക് ഒരു വളരെ മനോഹരമായ തേൻ കൊഞ്ചൽ പോലത്തെ ഒരു സ്വരം കേട്ട്, ഞാൻ കാട്ടിത്തരാമേ മുത്തച്ഛനെ. മുത്തച്ഛനെ ഞാൻ കാണിച്ചറിയാം. ഇങ്ങനെ ചരലുവാരി അറിയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ അല്ല പറയുന്നത്, തേൻ കൊഞ്ചലാണ്. അങ്ങനെ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞു പോകും. എന്താ പറയുന്നത്, ഞാൻ കാട്ടിത്തരാം മുത്തച്ഛനല്ലേ ഇപ്പോൾ ഒരാളെ വിട്ട് അന്വേഷിപ്പിക്കാൻ പോയത്, അത് ഞാൻ കാണിച്ചു തരാം, എനിക്കാണല്ലോ അത് കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പം മഹർഷി ഒന്ന് നോക്കി പറഞ്ഞു, ആരാ ഈ കുട്ടി? മുത്തച്ഛൻ ഇദ്ദേഹത്തിനെ വിളിക്കണമെങ്കിൽ വലിയ സാധ്യത ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ എന്തായിരിക്കാം? ജയന്തൻ, ദേവേന്ദ്രൻ്റെ മകനെ ജയന്തനെ കശ്യപ ഭഗവാനെ മുത്തച്ഛൻ എന്ന് വിളിക്കാം. പക്ഷേ ഇവിടെ എന്താ, ജയന്തൻ്റെ പ്രായമല്ല ഇത്. മാത്രമല്ല ദേവപ്രഭാവം ഒന്നും കാണുന്നില്ല. ദേവേന്ദ്രൻ്റെ മകനാണ് ജയേന്ദ്രൻ. അപ്പോൾ എന്തായാലും ആ ഒരു പ്രഭാവം വേണമല്ലോ, അതില്ല. ഒരു മാനുഷ പ്രഭാവമുള്ളൊരു കുട്ടിയാണ്. എന്തോ ആവട്ടെ, എന്ത് ചെയ്തു അദ്ദേഹം? ആരീതന്നാരായനെല്ലവനെ ചിക്കന്നുതൻ മാറത്തൊന്നണക്കാനാണിച്ചിച്ച ദൃഷി പ്രൗഢൻ. ആരാണ് നീ, എന്താണെന്നൊന്നും ചോദിച്ചില്ല. ആ കുട്ടിയെ കണ്ടപ്പോൾ മഹർഷിയാണെങ്കിലും അദ്ദേഹം എന്താ, നമ്മുടെ ലൗകിക ആ ഒരു ലോകത്തേക്ക് അദ്ദേഹം വന്നു. ഒരു എന്താ പറയണ്ടേ, ഐഹികത്തിലേക്ക് അദ്ദേഹം വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കുനിഞ്ഞു വാരിയെടുത്തുണ്ണിയെ പുണ്യാകാരൻ കനിഞ്ഞു കെട്ടിപ്പൂണ്ടാൻ പെരിയ ബാഹുക്കളാൽ. എന്ത് ചെയ്തു? അവനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ വേണ്ടി കുനിഞ്ഞെടുത്ത് കുഞ്ഞിനെ അങ്ങോട്ട് തോളിലോട്ടിട്ടു. അപ്പോൾ ആ ഒരു മഹർഷിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അത്. കാരണം മഹർഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളൊക്കെ വെടിഞ്ഞ് അങ്ങനെ വാത്സല്യമൊന്നും അങ്ങനെ എല്ലാവരോടും ഉണ്ടാവുന്നല്ലാണ്ട് ഒരു മുത്തച്ഛനെ പോലെ ഒരു കുട്ടീനെ എടുക്കുന്നതൊക്കെ വളരെ അസംഭാവ്യമായ കാര്യമാണ്. അപ്പോൾ അയാൾ അത് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കുട്ടിയെ അങ്ങനെ ചുമലിലേക്ക് വെച്ചു. കുട്ടിയാകട്ടെ എന്താ, അവനും ഒരു ഭയപ്പാടുമില്ല. എന്ത് ചെയ്തു? മറ്റൊരു മുത്തച്ഛൻ്റെ ലാളന എന്ന പോലെ എന്ത് ചെയ്തു? ആ കുട്ടി അപരിചിതത്തോളിൽ അശങ്കം തലചായ്ച്ചാൻ അറിയപ്പെടാത്തൊരു ചേർച്ചയെ പോലെ ബാലൻ. ചിലവരെ കാണുമ്പോൾ നമുക്ക് തോന്നും അത് നമുക്ക് അല്ലെ, ഇവർ പണ്ട് എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ തോന്നിച്ച വരുന്നൊരു കഥയാണ് ഇത്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? ഏതോ ഒരു മുത്തച്ഛൻ്റെ ലാളന പോലെ തോന്നിയിട്ട് അവിടെ കിടന്നു. പക്ഷേ അതിനെ നമ്മൾ
നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യവും കൂടി ഉണ്ട്. കാരണം എന്താ, അഥവാ ബാലർക്കുണ്ടോ സ്വപര വ്യത്യാസങ്ങൾ, മൃദുവാം കയ്യേതിനും തലോടാം ആ പൂക്കളെ. നമ്മൾ പറയാറില്ലേ, കുട്ടികളെയും പൂക്കളെയും കണ്ടാൽ നമ്മൾ എടുക്കാതെ പോകരുതെന്ന് പറയില്ലേ. ഇന്നത്തെ കാലമല്ല, ഇതൊക്കെ പണ്ടത്തെ കാലമാണ് കേട്ടോ. ഒക്കെ എൻ്റെയൊക്കെ കാലമാണ്. കാരണം കുട്ടികളെ കണ്ടപ്പോൾ നമ്മൾ പോയി എടുക്കും. ഇന്നാണെങ്കിലോ മാസ്ക്, സാനിറ്റൈസർ ഒന്നും പറയേണ്ട, കുന്തം കുടച്ചക്കറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക്, മറ്റുള്ള കുട്ടികളുടെ അടുത്തേക്ക് പോലും. ഇവിടെ അറ്റിക്കലെ കാര്യമല്ല പറയുന്നത്, ഇവിടെ നമ്മളെല്ലാം ഒരു ലോകമാണ്. മറ്റ് നമ്മൾ പുറത്ത് കാണുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് നിന്നിട്ടേ നമ്മൾ അവരൊക്കെ സമീപിക്കുള്ളൂ, കുട്ടികളൊക്കെ. അതുപോലെ പൂക്കളും. ഇന്നിപ്പോൾ ഒരു തോട്ടത്തിന് പോയാൽ ആദ്യം കാണാൻ പൂ പറിക്കരുത് അല്ലേ. നമ്മൾ പണ്ട് കഥ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ട് ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴെല്ലാവരും. ആരും എന്ത് ചെയ്യുക, പൂ പറിക്കരുത്. പക്ഷേ എന്നെ പോലത്തെ ആൾക്കാർ പൂ കണ്ടു കഴിഞ്ഞാൽ അന്ന് അപ്പുറപ്പുറക്കെ നോക്കും, എന്നിട്ട് അതൊന്ന് പറിച്ച് തലയെ ചൂടും. കാരണം ആ കുട്ടികളും പൂക്കളും നമ്മളെപ്പോഴും ആകർഷിക്കുന്ന, നമ്മളെ മനസ്സിനെ വളരെയധികം മതിക്കുന്ന ചില കാര്യങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ എന്താ ഇങ്ങനെ ലാളിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് ഉടനെ തന്നെ അദ്ദേഹം ആ ലയിച്ച് നിൽക്കുകയെന്ന്. അപ്പോൾ പറയുന്നത് ഒരു എന്താ വളരെ മനോഹരമായ ആകാശത്തൊരു ആതിരതാരം ഉദിച്ച പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ തോളിൽ ഈ കുട്ടി കിടക്കുന്നത്. അദ്ദേഹമാണെങ്കിലോ കൈകൊണ്ട് കുട്ടിയുടെ ഇത്ര വരെയുള്ള മുടിയൊക്കെ ഉണ്ട്, അതൊക്കെ അകഞ്ഞു മാറ്റി മുഖത്ത് ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് പറയുന്നുണ്ട്, അമ്മേ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അമ്മയെ കണ്ടു നോക്കിയപ്പോൾ എന്താ അദ്ദേഹം കണ്ടു നടന്നു വരുന്നൊരു യുവതിയാണ് കാണുന്നത്. ആ യുവതിയുടെ രൂപം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഷിഞ്ഞ വസ്ത്രങ്ങളും മെടഞ്ഞ വാർകൂന്തലും മെലിഞ്ഞ ലാവണ്യിക ഭൂഷമാമുടലുമായി അത്തലിൻ സ്വരൂപം പോൽ ആവന്ന യുവതിയെ സ്നിഗ്ധമാം നയനത്താൽ ദർശിച്ച നിമിഷത്തിൽ അവൾ വളരെയധികം സുന്ദരിയാണെന്ന് മാത്രമേ അവൾക്കൊരു ക്വാളിറ്റി ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളൂ. കാരണം എന്താ, അവൾ വളരെ മെലിഞ്ഞിട്ടാണ്, ഉടയാടകളെല്ലാം മുഷിഞ്ഞിട്ടാണ്. കാരണം ആശ്രമ പരിസരത്തുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് വളരെ അലക്കി തേച്ച സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ ജട പിടിച്ച മുടിയാണ്. പിന്നെന്താ, ദുഃഖം ഘനീഭവിച്ച ഒരു രൂപമാണ് ഇങ്ങോട്ട് വരുന്നത്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആരെയോ ഓർമ്മ വന്നു. പക്ഷെ ആ ഓർമ്മ വന്നത് ഈ ഒരു രൂപം അല്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്താ അത് ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ വന്നൊരു ചോദ്യം ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് നമ്മൾ പറയാം. ആ ചോദ്യത്തിന് പകരം അദ്ദേഹം ചോദിച്ചു, സ്ഫുട സാമ്രാട്ട് കുഞ്ഞിൻ്റെ അമ്മയാം നീയാർ വത്സേ. ആരാണ് കുട്ടി നീ? ഈ കുഞ്ഞിൻ്റെ, ഇവനാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു രാജകലയൊക്കെ ഉണ്ട്, മഹർഷി അതൊക്കെ കണ്ടുപിടിച്ചു. ഇങ്ങനെയുള്ള കുട്ടിയുടെ അമ്മയായ നീ ആരാണെന്ന് ചോദിച്ചു. ആ ചോദിക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ മകൻ എന്ത് ചെയ്യുന്നു, മകൻ അദ്ദേഹത്തെ തോളിൽ നിന്ന് ഊർന്നിറങ്ങി. നമുക്ക് കുഞ്ഞുങ്ങളാരും ഇങ്ങനെ കുറേ നേരം ഇരിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, എൻ്റെ മൺമയിൽ അതാ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഇവിടെ മുത്തച്ഛനെ കാണിച്ചു കൊടുക്കാൻ വന്നത്. എൻ്റെ മൺമയിൽ മാർക്കാണ്ഡേ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കുട്ടി അങ്ങോട്ട് ഓടി. അപ്പോൾ അത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര, കുട്ടി അങ്ങോട്ട് പോയി. ഇദ്ദേഹത്തിൻ്റെ ചോദ്യവും അവളെ ഏറ്റവും കൂടുതൽ, നീ ആരെന്ന് ചോദിച്ചാൽ തന്നെ അവൾ ഒലഞ്ഞു പോകും. അപ്പോൾ അത് കണ്ടിട്ട്, ഉണ്ണിതന്നോട്ടം കണ്ട് നെടുതാം വീർപ്പൊന്നിട്ടു കണ്ണുനീരൊരു വിധമടക്കി കയ്യും കൂപ്പി. അങ്ങനെ അവൾ ആ വേദനയോടുകൂടി അവൾക്ക് സങ്കടം വന്നു. എന്നിട്ട് അവളെ ഭക്തിയും ബഹുമാനവും എല്ലാം കൂടിക്കൊണ്ട് ആ മുനിയോട് പറയുന്നു, മുക്താത്മൻ പിറന്നേ വനത്തിൽ മാതാപിതൃ ത്യക്ത ഞാൻ കൺവർഷിയാലെടുത്തു പോറ്റപ്പെട്ടോൾ. എന്നെ ആദ്യം തന്നെ എന്നെ ജനിച്ചപ്പോൾ തന്നെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ ഒരു കാര്യം കൂടെ നടന്നു. കാരണം ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു കുട്ടിയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കാരണം കൂടെ അങ്ങ് പറഞ്ഞു. എന്താ, ഞാൻ മന്നനാം ദുഷ്യന്തനാൽ ഗാന്ധർവ പരിണീത പറഞ്ഞു. കാരണം അവൾ എന്താ ഗാന്ധർവ പരിണീത എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ലവ് മാരേജ് അല്ലെങ്കിൽ ലിവിങ് ടുഗദറൊക്കെ ആക്കി കണക്കാക്കിയാൽ മതി. അങ്ങനെയൊക്കെയാണ് പണ്ടും ഉണ്ട് ഇതൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ദുഷ്യന്ത മഹാരാജാവ് എന്നെ പ്രണയിച്ച് അതിലൊരു കുട്ടിയുണ്ട്. എന്നിട്ട് അടുത്ത വാക്കാണ്, എന്നുടേ ജനകനോ വിശ്രുതൻ വിശ്വാമിത്രൻ. അദ്ദേഹം അത് പറഞ്ഞു തീർത്തത് മുനി അങ്ങ് ഞെട്ടിപ്പോയി. കാരണം മുനി വിശ്വാമിത്ര മഹർഷിയാണ് ഇവിടെ നിൽക്കുന്നത്, അദ്ദേഹത്തിനോടാന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് ആളെ മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ അങ്ങ് മിഴിഞ്ഞു. ഞാനോ അയാൾ ചോദിച്ചു. അപ്പോൾ ഈ മകളും ഒന്ന് അന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനല്ലോ തവതാതൻ നിന്നോട് ഈ സംസാരിപ്പോൻ അങ്ങ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഓർമ്മിക്കുന്നു നിൻ്റെ അമ്മ മേനക. അപ്പം നേരത്തെ വന്നപ്പോൾ ആരെയോ പോലെ തോന്നിയെന്ന് പറഞ്ഞില്ലേ, ആ മേനകയാണ്. മേനകയുടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. കഥകളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ശാകുന്തളത്തിലുള്ള കഥയാണ്. തപസ് മുടക്കാൻ വേണ്ടി മേനക വന്നു. തപസ് മുടക്കി കഴിഞ്ഞപ്പോൾ അവർ കുറച്ചു കാലം ഒന്നിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞ് കാലാവധിയൊക്കെ കഴിഞ്ഞപ്പോൾ മേനകക്ക് കുട്ടീനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല.
നമ്മളൊരു ചിത്രം കണ്ടിട്ടുണ്ടാവും നമ്മളല്ലേ, ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഹർഷി, ഇങ്ങനെ നിൽക്കുന്ന മേന. കാരണം കുട്ടീനെ കണ്ട ഇദ്ദേഹത്തിൻ്റെ മനസ്സ് വലിയ, അപ്പോൾ ആരും നോക്കാതെ ആ കുട്ടീനെ ഉപേക്ഷിച്ച് പോയതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സിനിമാ രംഗം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഈ ഇംഗ്ലീഷും സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞ സാധനം ആനുകാലികത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറയണം. ഇവെന്താ ഇംഗ്ലീഷ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നത്, ഇത് മലയാളം കവിതയല്ലേ എന്ന് ചോദിക്കേണ്ട, എന്നാൽ മാത്രമേ എനിക്കിങ്ങോട്ട് നിങ്ങളുമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമാ രംഗം, ഒരു ചലച്ചിത്രത്തിലെ പോലെ ആ രംഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഇത് പറഞ്ഞ് അവളെന്ത് ചെയ്തു, താഴെ കാല് വീണു. എൻ്റെ അച്ഛനോട് ഞാൻ അനുഗ്രഹീതയായി താതദർശനത്തലല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെ കണ്ടതിലുള്ള സന്തോഷമായി എനിക്കെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടു. കാരണം ഇതുവരെ അച്ഛൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, വിശ്വാമിത്രന്ന് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ആ കാലിൽ വീണു. അപ്പോൾ അവളെ എന്ത് ചെയ്തു, സത്വരം പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളെ പെട്ടെന്ന് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്ത് ചെയ്തു, കെട്ടിപ്പിടിച്ച് 100 ഗാഠം പുണർന്നു. 1-2 പ്രാവശ്യമൊന്നുമല്ല, അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മകളെ കൊണ്ട് അവളെങ്ങ് പൊതിയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്താ നൃപനാം ജാമാതാവിൻ സൗഖ്യവും അന്വേഷിച്ചു. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ പെൺമക്കളെ അച്ഛന്മാർക്ക് കൂടുതൽ താല്പര്യം മരുമക്കളെ കാര്യങ്ങൾ അറിയാനായിരിക്കും. അപ്പം മരുമോനൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ചോദിച്ചിട്ട് അതിന് ഉത്തരം കിട്ടുന്നതിന് മുമ്പേ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, കരയുമ്പോൾ എന്ത് ചെയ്തു, അവിടെ നമുക്കൊരു മനോഹര ചിത്രം കാണാം. എന്താ, തുടച്ചാനവളുടെ കണ്ണുനീർ വലങ്കയ്യാൽ തഴുകിക്കൊണ്ടാൻ മന്ദം പുറത്തു മറ്റേ കയ്യാൽ. കരയേണ്ട സാരമില്ല, ഞാൻ ഇന്ന് നിന്നെ കണ്ടെത്തിയല്ലോ, നിനക്ക് നിൻ്റെ അച്ഛനെ കിട്ടിയല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അടുത്ത ചോദ്യം വന്നു, ഈ പറഞ്ഞതൊക്കെ ശരി, ഭൂമീശ മഹീഷിനി വന്നതെന്തിനീ കാട്ടിൽ. കാരണം രാജാവിൻ്റെ ഭാര്യയാണ്, കണ്ണൻ്റെ അടുത്ത് നിന്ന് പോയതാണെന്നൊക്കെ അറിഞ്ഞു. പിന്നെ ഈ കശ്യപാശ്രമത്തിൽ എന്തിനാണ് വന്നത്, അതാണ് ഇപ്പോൾ അടുത്ത ചോദ്യം വന്നത്. അത് ചോദിച്ചപ്പോൾ വീണ്ടും അവൾ അങ്ങ് ഇടറി പൊട്ടാൻ തുടങ്ങി. അവൾക്ക് വീണ്ടും ഒരു ഇടറിയ വീണ സ്വരം പോലെയാണ് നമ്മൾ പറഞ്ഞത്. എന്താ, എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഗർഭിണിയായ എനിക്ക് ഈ കശ്യപൻ്റെ ആശ്രമമാണ് ഈറ്റില്ലമായി തീർന്നത്. ഈറ്റില്ലം എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന സ്ഥലം. അപ്പോൾ അതെന്താണെന്നൊക്കെ ഇയാളുടെ അടുത്ത് ഈ ശകുന്തള ഈ മോള് വളരെ ഇതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഉണ്ണി എന്താ എൻ്റെ പേരെന്താണ്, പറയൂ തവ പേരെന്ത്, ഉണ്ണിതൻ പേരെന്ത് എന്ത് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, പേരിട്ടാൻ ശകുന്തള എന്നെനിക്കച്ഛൻ കണ്ണൻ സാപിത സർവതമൻ. സർവതമനാണ് അങ്ങയുടെ ഈ കുഞ്ഞുമകൻ്റെ പേര് സർവതമനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ശകുന്തളയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു, പേരും മനസ്സിലായി. അതിനുശേഷമാണ് ഈ ചോദ്യം വരുന്നത്, ഭൂമീശ മഹിഷി എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. അപ്പോൾ അവൾക്ക് ആ സങ്കടം കൊണ്ട് അവൾ പറയുന്നു, എന്നെ കല്യാണം കഴിച്ചു, ഗർഭിണിയായ എന്നെ എന്ത് ചെയ്തു, അവിടെയായിരുന്നു ഞാനുള്ളത്. അവിടേക്കും പ്രസവിക്കേണ്ട സമയമാകുമ്പം ഭർതൃഗൃഹത്തിലേക്ക് താത കണ്വനാൽ വളരെ പരിവാര സമേതം അയച്ചതാണ് എന്നെ. പക്ഷെ എന്ത് ചെയ്തു, അവിടെ എത്തിയപ്പം എന്ത് ചെയ്തു, സ്വച്ഛന്തം ഉപേക്ഷിച്ചാൻ ഭർത്താവും എന്നേ വേണ്ടു. എന്നിട്ടോ അതെങ്ങനെയാണെന്നറിയോ, അവിടെ എത്തിയ എന്നെ, നിറവയറോടുകൂടി ഗർഭിണിയായി എത്തിയ എന്നെ ഇവരെ കേട്ടിട്ട് എന്ത് ചെയ്തു, സന്ധ്യക്തയായേനല്ലോ സൗമ്യനാങ്കണവനാൽ. ഒന്നാലോചിച്ച് നോക്ക്, ഇങ്ങനെയൊക്കെ പറ്റിയിട്ടും പിന്നെയും പറയുന്നത് എന്താ, സൗമ്യനായ കണവൻ അല്ലേ. അയ്യോ, ഇത്ര പാവം വേറെ ഇല്ല, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന കണവനാണ് എന്ത് ചെയ്തു, നിറവയറോടുകൂടി പോയ തന്നെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞത്. ഈ ശകുന്തളയുടെ പേര് പറഞ്ഞാൽ ശകുന്തള ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവൾക്കറിയാം ഈ മഹർഷിമാരുടെയൊക്കെ ഏകദേശ രൂപവും ഭാവവും അവർക്കറിയാം. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹർഷി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അപ്പം മാക്സിമം എന്ത് ചെയ്യുന്നു, ആ തണുപ്പിച്ചുകൊണ്ട്, കാരണം എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇയാളെ ഇനി അടുത്തത് ദുഷ്യന്തനെ ശപിച്ച് കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ് ശകുന്തളക്ക്. അതുകൊണ്ട് സൗമ്യൻ കേട്ടോ, പാവമാണ്, എന്നെ പക്ഷെ ഒന്ന് ഉപേക്ഷിച്ചു എന്നില്ല, എല്ലാം ഒന്ന് ഉപേക്ഷിച്ചു, അത്രേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ടപ്പോൾ എന്താ, ഇദ്ദേഹം അത് തൻ്റെ മകളുടെ കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞുകൊടുക്കുന്നു. പകർന്നു ഭാവം പെട്ടെന്ന കാലരുദ്രാകാരൻ ഉതിർന്നു കണ്ണിൽ നിന്നെരി തീപ്പൊരിമേന്മേൽ ചുളിഞ്ഞു പുരികങ്ങൾ വളഞ്ഞു വാർന്നെറ്റിത്തട്ട് ഇളകിയിലയുമങ്ങടങ്ങി കാറ്റെമ്പാടും. എന്താ, പ്രകൃതി പോലും അന്തം വിട്ടുപോയി. കാരണം പ്രകൃതി പോലും നിശ്ചലമാക്കാൻ പോലെയാണ് ഇദ്ദേഹം കോപാക്രാന്തനായി. ചുരുക്കത്രയേ ഉള്ളൂ, ആ ദേഷ്യം വന്നിട്ട് അയാളുടെ ചേഷ്ടകൾ കണ്ട് പ്രകൃതി പോലും, അവിടെ ഒരു ഇളങ്കാറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇളങ്കാറ്റിലൊക്കെ ഉണ്ടായ സ്ഥലമാണ്, എല്ലാം അടങ്ങി അങ്ങനെ നിന്നു. അപ്പം തന്നെ അവൻ മഹർഷിക്ക് അപ്പം തന്നെ പിന്നെ അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല. ശോഭയുള്ള
ദുഷ്യന്തൻ അവനാര്? ആരാ ഇവൻ ദുഷ്യന്തൻ? എന്നെ ആരോമൽ കുമാരിയെ ആരാ ഇന്നിപ്പോൾ കണ്ടതേ ഉള്ളൂ ഇവിടെ, പക്ഷെ പറയുന്നു ദുഷ്യന്തൻ അവനാര്? എന്നെ ആരോമൽ കുമാരിയെ ദുസ്സഹാവമാനത്തിൽ തള്ളിയിട്ട് ഉയർക്കൊള്ളുവാൻ. എന്താ അവൻ്റെ അഹങ്കാരം? എൻ്റെ മോളെ ഇത്രയും പതിതയാക്കി നിർത്തിയിട്ട് അവനിപ്പോൾ രാജ്യം ഭരിക്കല്ലേ, ചക്രവർത്തിയല്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അവൻ എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലാന്ന് തോന്നല്ലേ? വിശ്വാമിത്രൻ്റെ മകളാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നോ? അതൊന്നും ചെയ്യൂലല്ലോ, കാരണം അയാൾ അറിയില്ലേ. പൗരവൻ കേട്ടിട്ടില്ലേ ത്രിശങ്കു ഹരിശ്ചന്ദ്രന്മാരുടെ അനുഭവം കൗശിക പ്രഭാവജം. ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊന്നും അതൊന്നും എനിക്ക് എണ്ണി പറഞ്ഞിടാം, മാർക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്താ ത്രിശങ്കുവിൻ്റെ കാര്യം, അദ്ദേഹത്തിന് വേണ്ടി എന്താ ഒരു സ്വർഗം തന്നെ സൃഷ്ടിച്ചു. ഹരിശ്ചന്ദ്രൻ സത്യസന്ധതയുടെ മൂർത്തിമത് ഭാവമായ ഹരിശ്ചന്ദ്രനെ ശ്മശാനം കാവൽക്കാരാക്കി. ഇതൊക്കെ എന്തുകൊണ്ടാണ്? എൻ്റെ ഒരൊറ്റ പ്രഭാവമാണ്. അത് ഞാനുണ്ടല്ലോ, ഈ വലം കൈ ഒന്ന് വിചാരിച്ചാൽ ഒരാളെ അങ്ങോട്ടും പറഞ്ഞേക്കാം ഇങ്ങോട്ടും പറഞ്ഞേക്കാം. അപ്പം എൻ്റെ മോളോടാണ് ഈ അനീതിയൊക്കെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇനി ഒരു കാര്യം ചെയ്താക്കാം, ഒരിക്കൽ കൂടി ഇതാ കണ്ടുകൊള്ളട്ടെ ലോകം. എന്താ ദേഷ്യം വന്നു, ഇനി ശപിക്കാൻ പോവേന്ന് പുറപ്പെട്ടു. ഇനി എന്താ, ഒരിക്കൽ കൂടി ഇതാ കണ്ടുകൊള്ളട്ടെ ലോകം. ശരിക്ക് ഗാഥേ എൻ്റെ വൻതവ പ്രതാപത്തെ ഞാനിപ്പോൾ കാണിച്ചു തരാം. തീരുമാനമെല്ലാം ആക്കിയിട്ട് അയാൾ എന്ത് ചെയ്തു, ഈ ബ്രഹ്മാവിനെയൊക്കെ മുമ്പിൽ വരുത്തിയിട്ട് ബ്രഹ്മർഷി പദം വാങ്ങിയ ആളാണ്. അപ്പോൾ ഈ വലത് കൈ കൊണ്ട് എന്ത് സാധിക്കും? ആ വലം എടുത്തിട്ട് എന്ത് ചെയ്തു, ആ വലം കര എടുത്തിട്ട് നെഞ്ചിൽ ചുരുട്ടിയിട്ടാണ് ഈ പിടിച്ചിട്ടായി ഇതെല്ലാം പറയുന്നത്. ശകുന്തളക്ക് ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി. കാരണം ഇതങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ദുഷ്യന്തൻ്റെ മുഴുവൻ ഒരു ആ പരമ്പര തന്നെ ഇല്ലാണ്ടാവും. അതോടൊപ്പം എന്ത് ചെയ്യും, മകനും ഇല്ലാണ്ടാവും. കാരണം അന്ന് നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ശപിച്ച് ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കൊലം മുഴുവനും മുടിയുന്നതാണ്. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് എന്ത് ചെയ്തു, അവൾ പെട്ടെന്ന് പോയി ആ നെഞ്ചിൽ ചേർത്ത കൈ രണ്ടും കൂടെ പിടിച്ചിട്ട്, പിന്നെ കരയാനല്ലേ അറിയുള്ളൂ പാവത്തിന്, അത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ ഓർത്തടങ്ങേണം എന്നുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാലും അയാൾ അടങ്ങാനൊന്നും ഭാവമില്ല, അയാൾ അങ്ങനെ നിൽക്കുകയെന്ന്. അപ്പം പിന്നെ ശകുന്തളയ്ക്ക് ഒരു വഴിയേ ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ കണ്ണൊന്ന് തുറപ്പിക്കണം. എന്നിട്ട് പറയുന്നു, അച്ഛനമ്മമാർക്കാലേ വെടിഞ്ഞ നിർഭാഗ്യേ സ്വച്ഛന്തമുപേക്ഷിച്ചാൻ ഭർത്താവുമെന്നേ വേണ്ടു. അതാ നോക്കണം, എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് ഓടി വന്നിരിക്കുക. കാരണം ജനിച്ചപ്പോൾ ഉള്ള കുഞ്ഞിന് അതിന് ആഹാരം കിട്ടുമോ, അത് ജീവിക്കുമോ, നല്ല മരിച്ചു പോകുമോ എന്നറിയാത്തൊരു കുഞ്ഞിന് ഈ അമ്മയും അച്ഛനും കൂടെ എന്താ വാകേറിയ ദൈവം ആരെയും കൊടുക്കുന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് ഇട്ടിട്ട് പോയതിന് അതിനേക്കാളും വലിയ തെറ്റല്ല എന്ത് ചെയ്തത്, എന്നെ സ്നേഹിച്ച് ഗർഭിണിയാക്കിയ എൻ്റെ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. അല്ലാണ്ട് അവിടെ നോക്കാം, അവനെ സംരക്ഷിച്ച് നിർത്തുകയെന്ന് ദുഷ്യന്തൻ്റെ ഒരു തെറ്റുമല്ല, എൻ്റെ നിർഭാഗ്യം. കാരണം അതുകൊണ്ടാണല്ലോ ആ നിർഭാഗ്യത്തിൻ്റെ ഫലമാണ് കഥ എല്ലാവർക്കും അറിയാലോ. ദുർവാസാവ് വന്നു, നീ എന്നെ ആരെയോ ഓർത്തിരിക്കുന്നു, ദുഷ്യന്തനെ ഓർത്ത് സ്വപ്നം കണ്ടിരിക്കുന്ന അവളെ ശപിച്ചു, നിന്നെ അദ്ദേഹം മറന്നു പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേഗം ചാടിപ്പോയി കാലിൽ വീണു. അയ്യോ അങ്ങനെ പറ്റൂല, എൻ്റെ കുട്ടിയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അടയാളം കാണിച്ചാൽ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് എന്താ ഒരു ദിക്കുന്ന നദീസ്നാനം ചെയ്യുന്ന സമയത്ത് ഈ മോതിരം ഊരിയും പോയി. അങ്ങനെയാണ് ഇവള് ദുഷ്യന്തൻ പറയുന്ന ആ കഥകളൊന്നും വിസ്തരിക്കുന്നില്ല, അതിനൊന്നുമില്ല, സമയമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവൾ വീണ്ടും പറഞ്ഞു. എന്താ, നിർഭാഗ്യവതിയായ എനിക്ക് പറ്റിയ വിഷമാണ്, അതിന് അച്ഛൻ എന്ത് ചെയ്യണം, ഭർത്തൃനാശിനിയായി തീരലാഭവൽ പുത്രി സുതനും പുറത്തായി പോകലാ മമ ദോഷാൽ. എന്നെ കൊണ്ട് ഞാനിപ്പോൾ എന്താ ഇങ്ങനെ, ഞാൻ എൻ്റെ ദേഹം മാത്രമേ ദഹിക്കാതെയുള്ളൂ, ഞാൻ മുഴുവനായി ഉരുകി ദഹിച്ച് അങ്ങനെ എന്താ ഒരു നമ്മൾ മെഴുകുതിരി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒലിച്ച് ഉരുകി നിൽക്കുന്നു. പക്ഷേ ഇവിടെ എന്തുണ്ട്, എൻ്റെ ശരീരം ഇവിടെ ഉണ്ട്, അത് അങ്ങയുടെ ശാപം കൊണ്ട് അതും കൂടി ഇല്ലാതാക്കല്ലേ. അതെ, ഭർത്താവിനെ ഇതാക്കി കഴിഞ്ഞാൽ ഇവളെന്ത് ചെയ്തു, പിന്നെ വൈദവ്യ ദുഃഖം എന്നുള്ള ഒരു വിഷമം വരുമല്ലോ, അതിലെൻ്റെ ശരീരം ഉൾപ്പെടുത്തല്ലേ അച്ഛാന്ന് പറഞ്ഞിട്ട് ഇവൾ അങ്ങ്. കാരണം അത് കേട്ടപ്പം വിശ്വാമിത്രന് കുറച്ച് ബോധം വന്നു, കാരണം ശരിയാണല്ലോ ഈ പറഞ്ഞത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അപ്പോഴും അവൾ പറഞ്ഞ് കാലിൽ വീണ് കൈക്ക് കെട്ടിപ്പിടിച്ചു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല എവിടെയാ ഇത്, കാരണം ഇതിങ്ങനെ തിളച്ച് നിൽക്കുകയെന്ന്. ഈ തിളച്ച് നിൽക്കുന്ന കോപത്തിൻ്റെ സമുദ്രത്തിൽ അയാളങ്ങ് വീണ് മുങ്ങി. ഇനി അവിടുന്ന് പൊങ്ങി വരുമ്പം എന്താകും, ഇദ്ദേഹത്തിൻ്റെ പണി തീരും. അപ്പോൾ അതിലെന്ത് ചെയ്തു, ഇവൾ കരഞ്ഞ് ഇത്രയും പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കോപം അങ്ങ് ശമിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മോളെ വീണ്ടും എടുത്തിട്ട് പറഞ്ഞു, ഭദ്രം ദേ പിടിച്ചെന്നെ കരേറ്റി. എവിടുന്നാ കരേറ്റിയത്, ഈ കോപത്തിൻ്റെ ആ ഒരു കടലിൽ നിന്ന് എന്നെ കരേറ്റി, കോപാക്രാന്തനായി നിൽക്കുന്ന എന്നെ ശമിപ്പിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ നിൻ്റെ സൗശീല്യം. കാരണം എവിടെയും സുശീലമായിട്ടാണ് അവൾ നിൽക്കുന്നത്, നല്ല ശീലമുള്ളവൾ, ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാം എൻ്റെ തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് വന്നുപോയ ഭാഗ്യദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്യന്തനെയും അങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്ന. അച്ഛനോടും വലിയ ചോദ്യങ്ങളും ചെയ്തിട്ടില്ല, ഈ 2 വാചകമേ ചോദിച്ചിട്ടുള്ളൂ.
അങ്ങനെയുള്ള നീ എന്താവട്ടെ, ഞാൻ ശപിക്കാൻ വേണ്ടിയിട്ട് ഉയർത്തി ഈ കൈ എന്ത് ചെയ്തു, അദ്ദേഹം അനുഗ്രഹിക്കാൻ വേണ്ടി എടുത്തിട്ട് പറഞ്ഞു, ഭർത്താവോടജീരേണ വാണാലും സപുത്രനി, നീ മകനോടുകൂടി ഭർത്താവിൻ്റെ അടുത്ത് ചിരകാലം ജീവിക്കാനിടയാവട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അതവിടെ അവസാനിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കഥ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് അച്ഛനും മകളും എന്നാണ്. ഈ ശകുന്തളോപാഖ്യാനത്തിലെ ഒരു അതിനെ എടുത്തിട്ടാണ് ശാകുന്തള നാടകം നമ്മുടെ കാളിദാസൻ എഴുതി. ശകുന്തള പരിത്യാഗത്തോടു കൂടി അതിന് തിരശ്ശീല വീഴുന്നുണ്ട്. പക്ഷെ പിന്നീട് പല വിദ്വാന്മാരിങ്ങനെ ആലോചിക്കും, ഇദ്ദേഹം അങ്ങനെ ആയിരുന്ന എന്താണ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്താണ്. കാരണം കവിയുടെ മനസ്സിലുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. അതേ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രതിഭയാണ്. പക്ഷേ നമുക്ക് ചില ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, ഇങ്ങനെ ആയാൽ എന്താവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ പ്രസിദ്ധ നോവലിസ്റ്റ്, ആദ്യത്തെ നോവൽ എഴുതിയ ചന്തുമേനോൻ ഇന്ദുലേഖ കൂടാതെ ഒരു സാധനം എഴുതിയിരുന്നു, ശാരദ എന്ന് പറഞ്ഞിട്ട്. ഈ ശാരദ പകുതിയായപ്പം ചന്തുമേനോൻ മരിച്ചുപോയി. പിന്നെ എന്ത് ചെയ്യുന്നു, എല്ലാവരും അത് പൂരിപ്പിച്ചു. ശാരദാ പൂരണം എന്ന് പറഞ്ഞിട്ട് അനേകം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ മഹാകവി വള്ളത്തോൾ ഒരു സമയത്തൊരു മത്സരം വെച്ചു. ശകുന്തള പരിത്യാഗത്തിന് ശേഷം പരിത്യക്തയായ ശകുന്തളയുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് എഴുതി ഫലിപ്പിക്കാവോ എന്ന് വെച്ചു. അപ്പോൾ പലരും പലതരത്തിലത് പൂരിപ്പിച്ചു. പക്ഷെ നമ്മുടെ സാക്ഷാൽ മഹാകവി വള്ളത്തോൾ കണ്ടുപിടിച്ച ഒരു രംഗമാണിത്. അതിൻ്റെ പേര് അച്ഛനും മകളെന്നാണ്. അപ്പം ഞാൻ ഈ സാഹസം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.